ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കിയാലോ? അപ്പം ഒന്ന് പിൻട്രസ്റ്റിലൊക്കെ ഞാൻ അതിനെ കുറിച്ചൊക്കെ അങ്ങനെ തപ്പിയപ്പം ഒരു വുഡൻ ബുക്ക് ഹോൾഡർ ഉണ്ട്. എനിക്കിഷ്ടായും ചെയ്ത്. പക്ഷെ വുഡൻ കൊണ്ട് ഉണ്ടാക്കാനുള്ള കെൽപ്പ് നമുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു ഫോം ഷീറ്റ് ഉണ്ടായിന്. അപ്പോൾ ആ ഫോം ഷീറ്റ് കൊണ്ട് വെച്ചിട്ട് ഒരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കാൻ വിചാരിച്ച്. ആദ്യം ഫോം ഷീറ്റ് എടുക്കുക, എത്ര സൈസിലാണോ വേണ്ടത് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒരു ബുക്ക്, ഇപ്പം ഞാൻ വെക്കുന്ന ഒരു ബുക്കിൻ്റെ ഒക്കെ ഒരു സൈസിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ വേറെ 2 പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേ സെയിം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത് കട്ട് ചെയ്ത പീസിനെ നമ്മൾ രണ്ടാക്കിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുക. അതിൽ ഒന്ന് ചെറുതുമായിരിക്കണം, ഒന്ന് വലുതുമായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കുക. അതെന്തിനാ നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത്? ആദ്യം ഞാൻ ഫസ്റ്റ് വെക്കുന്നത് ഞാൻ വലിയ, അതായത് നമ്മൾ കട്ട് ചെയ്തതിൽ 2 കട്ട് ചെയ്തതുണ്ടല്ലോ, അതിൽ വലിയ ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ വെക്കുന്നത്. രണ്ടാമതാണ് ആ ചെറിയ ഭാഗം. ഇതേപോലെയാണ് ഞാൻ ഒട്ടിക്കാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് എന്താ ഉപയോഗം വെച്ചാൽ, ഇപ്പം നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിലെ ലാസ്റ്റ് പേജ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പേജ് നമ്മൾക്ക് അവിടെ ഇങ്ങനെ ഒരു അടയാളം പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ബുക്ക് നമുക്ക് താഴെ ഹോൾഡ് ചെയ്യാനും പറ്റും. ആ ഒരു രീതിയിലാട്ടോ ഞാൻ ഈ ഒരു ബുക്ക് ഹോൾഡർ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബുക്ക് ഹോൾഡർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ അളവ് വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആ ബുക്ക് വെച്ച്, പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു 3-4 ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ ഞാൻ വെച്ച് അങ്ങനെ വായിച്ച് കഴിഞ്ഞ പോർഷൻ ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും കൂടി വെച്ചിട്ട് ഈ ഒരു ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പം ഇങ്ങനെ